ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഓൾമോസ്റ്റ് 7 o'clock ആകുമ്പം, പക്ഷേ ഇപ്പം ഒരു 7:45 ഒക്കെ ആയി. സോ അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. വെണ്ടയ്ക്ക മെഴുക്കോട്ട ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അത് എന്നെ ഫ്ലോപ്പ് ആക്കി തന്നു. സ്കൂളിൽ ഐസ്ക്രീം കഴിക്കുമോ? ചുമ ഐസ്ക്രീം കഴിക്കില്ലേ? ഓക്കെ. സോ കുഞ്ഞുങ്ങളിപ്പോൾ ഉറങ്ങുക. അതിന് മുമ്പേ ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ ചായം അവർക്ക് ജസ്റ്റ് പൊഴിച്ചുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾ വന്ന് ഇന്നിപ്പിക്കാം. ഗുഡ് മോർണിംഗ് അമ്മേ. പല്ലേക്കാം വേണ്ടേ? പല്ലേക്കാം ബാ, പല്ലേക്കാം എണ്ണിച്ചേ ബാ, പല്ലേക്കാം ബാ. കുഞ്ഞിന് പല്ല് തേക്കണ്ടേ? രാവിലെ എണ്ണിച്ച് കഴിഞ്ഞ് 2 പേർക്ക് ആദ്യം പാലങ്ങ് കൊടുക്കും. പിന്നെ കുഞ്ഞിനിപ്പോൾ 1 year ആയതുകൊണ്ട് ഞാൻ ഹോൾ മിൽക്ക് സ്റ്റാർട്ട് ചെയ്തു. പാല് കുടിച്ച് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. കഴിക്കാനൊക്കെ പാട്, കുറച്ച് നേരം കളിച്ചും ചിരിച്ചൊക്കെ പിന്നെ കഴിക്കും. മതിയോ? മുടി 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 ചോറ് കൊടുക്കണം. വേണ്ടേ? വേണ്ടേ? മതിയോ? നോക്കാൻ പാടില്ല. കുഞ്ഞ് രാവിലെ എണ്ണിച്ച് കുറച്ച് നേരമൊക്കെ കളിച്ച് ഇച്ചിരിയും പാലും കുടിച്ചു, ഇച്ചിരിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അപ്പോഴത്തേനും ഉറക്കം മൂടായി. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനോ എന്നെ സമ്മതിക്കത്തില്ല അല്ലേ? അതുകൊണ്ട് കുഞ്ഞെന്നെ എന്നാൽ ഉറക്കാം അല്ലേ? ഉറങ്ങാം, നമുക്ക് പോയി ഉറങ്ങാം. മൈക്ക് പിടിച്ച് കഴിക്കാതെ. കുഞ്ഞിനെ ഉറക്കിയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു വേഗം അങ്ങ് ഉച്ചക്കലത്തേനും ഉണ്ടാക്കാം. എമിക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ റെഡിയാക്കി സ്കൂളിൽ വിടണം. സോ ഞാൻ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പണികളൊക്കെ വേഗം ചെയ്യാം. കുഞ്ഞെണീക്കുന്ന മുമ്പേ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്, യൂഷ്വലി ഇങ്ങനെ മിക്ക ദിവസങ്ങളും ഇങ്ങനെ തിരക്കായിരിക്കും. എമിയെ സ്കൂളിൽ വിടുക, പിന്നെ 2 പേരെ ഫുഡ് വെപ്പിക്കുക, ഫുഡ് ഉണ്ടാക്കുക. ഈവനിങ് ആകുമ്പോൾ കുറച്ച് ഫ്രീ ആവും. ചമ്മന്തിയും സാമ്പാറും കൂട്ടി ദോശ കഴിക്കാം. അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി. 3 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എണീക്കാനൊക്കെ അലാം വെച്ചു, പക്ഷേ എണീക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും നേരത്തെ 2 പേര് എണീക്കുന്ന മുമ്പേ ഒക്കെ ജസ്റ്റ് ഉച്ചക്കലത്തേനൊക്കെ ഒതുക്കി വെച്ചാൽ നല്ല സമയം കിട്ടും. പക്ഷേ ഈ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അലാം അവിടെ അടിച്ചുകൊണ്ടിരുന്നു, എനിക്ക് എണീക്കാൻ പറ്റില്ല. ഇനി വേഗം തവണ കഴിച്ചിട്ട് അടുത്തടുത്ത് പണി ചെയ്യണം. മിക്ക ആൾക്കാർ UK ഇങ്ങനെ തന്നെയാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ലേറ്റായിട്ടൊക്കെയാണ്. എൻ്റെ ഫ്രണ്ടിനെ കോൾ വിളിക്കുമ്പോൾ അവളിപ്പം 12 മണിക്ക് വിളിച്ചാലും പറഞ്ഞു ഞാനിപ്പോൾ അരമണിക്കൂർ മുമ്പ് എണ്ണിച്ചേ ഉള്ളെന്ന്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ്. എനിവേ കുഴപ്പമില്ലാതൊക്കെ പോന്നു. ഇപ്പോൾ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോകും. 2 ദിവസത്തേനുള്ള. ഡ്യൂട്ടി ഇല്ലാത്തപ്പം ഞാൻ അന്നുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇതിനും മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ 2 പേരെയും കൊണ്ട് പിന്നെ കുക്കിങ്ങും ഇതൊക്കെ ചെയ്യാൻ കുറച്ചൊരു പാടാണ്.
എമ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കണമെന്ന് പറഞ്ഞ് ടി വിയും കണ്ടുകൊണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പേന മൊത്തം ലീക്കാക്കി, ഫുൾ പേന ലീക്കാക്കി അവിടെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു മാഡം. പേന ലീക്കാക്കി ദേഹത്തെല്ലാം ആക്കി വെച്ചു. ഇനി എങ്ങനെ സ്കൂളിൽ പോകും? കുളിക്കൊക്കെ ചെയ്യും. എങ്ങനെ സ്കൂളിൽ പോകും? ഇതൊന്നും പോത്തില്ല. കുളിക്കാം. എവിടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആർക്കറിയാം. ഈ പേന വെച്ചൊക്കെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്താ കാണിച്ചെന്ന് അറിയത്തില്ല. ഇതിന്റെ നിബ്ബ് ഇതിനകത്തില്ല. മൊത്തം പെൻ ലീക്കാക്കി ദേഹത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമതേ സമയമില്ല. അതിന്റെ ഇടയ്ക്ക് ഇരട്ടിപ്പണി കൂടി തന്നോണ്ടിരിക്കുമ്പം എന്തോ ചെയ്യാനാ. ഇത് ഉടുപ്പെല്ലാം ചീയാക്കി എമ്മി. അയ്യേ, ഇനി ഇത് പോത്തില്ല. അയ്യേ, ഉടുപ്പെല്ലാക്കാതെ ബാ കുളിക്കാം ബാ. അങ്ങനെ റെഡിയാക്കി. മൊത്തം ഒന്നും പോയില്ല. കണ്ടില്ല? കൈ കാണിച്ചേമ്മി. കണ്ടോ? കയ്യെല്ലാം കുറച്ചുകൂടെ ഉണ്ട്. കൈ കാണിച്ച്. അങ്ങനെ ചെയ്യുമ്പോ ഇനി ഇങ്കൽ വെച്ച് കളിക്കോ? ഓക്കെ. ഇനി സ്കൂളിൽ പോണ്ടേ? ലേഡി ഫിംഗർ ഓക്ര. ഇത് വെണ്ടയ്ക്ക മെഴുക്കോട്ട ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാൻ. അത് എമ്മി ഫ്ലോപ്പ് ആക്കി തന്നു. അതുകൊണ്ട് ഇത് ഫോർ ലേറ്റർ ഓൺ. ഇനി വന്നിട്ട് വേണം എനിക്ക് മെഴുക്കോട്ടി ഉണ്ടാക്കാൻ. കഫാന്നോ? കഫാന്നോ? സ്കൂളിൽ ഐസ്ക്രീം കഴിക്കുമോ? ചുമ ഐസ്ക്രീം കഴിക്കല്ലേ? ഓക്കെ, അമ്മ ചുമയുടെ മരുന്ന് തരാം. ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. വാ, ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോകണം. ഓക്കെ. സ്കൂളിൽ വെള്ളത്തിൽ കളിക്കുമോ? ഗുഡ് ഗേൾ. തുപ്പല്ലേ? വെള്ളത്തിൽ കളിക്കല്ലേ സ്കൂളിൽ? സ്കൂളിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ചുമയാ രാത്രിയിൽ, അല്ലേ അമ്മേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കില്ല. ബട്ട് ബാക്കി പിള്ളേരൊക്കെ കഴിക്കുമ്പം അവരുടെ കൂടെ അങ്ങ് കഴിക്കും. അപ്പൊ രാത്രി വന്നിട്ട് നല്ല ചുമയാ. ലോലി ഐസാ ഇവർക്ക് യൂഷ്വലി കൊടുക്കുന്നേ. അത് ഭയങ്കര ഇഷ്ടമായി ഇവർക്ക് ലോലി ഐസ്. സ്കൂളിൽ പമ്പാ ഓടുവാ. യൂണിഫോം ഇടണ്ടേ? ചേച്ചി കൊണ്ടുവിടാം. ഷൂ ഇടവേ? ഷൂ ഇട്ടേ. ഷൂ ഇട്ടിട്ട് ചേച്ചിയെ സ്കൂളിൽ കൊണ്ടുവിടണം. ഓക്കെ. ഇന്നത്തെ നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുണ്ടായിരുന്നു. സോ അങ്ങനെ നടന്ന് സ്കൂളിൽ എമ്മിയെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ വീട്ടിൽ നിന്ന് എമ്മിയുടെ സ്കൂൾ വരെ. ഇവിടുത്തെ ക്ലൈമറ്റ് മിക്കവാറും അൺപ്രഡിക്റ്റബിളാണ്. നല്ല മഴയും ഒക്കെ ആയിരിക്കും മിക്ക ടൈമും. സോ അപ്പം കാറിൽ എമ്മിയെ കൊണ്ടുവിടും. എമ്മിയെ അങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് വന്നു. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിലൊക്കെ പോകാൻ. അവിടെ വേറെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് എമ്മിക്ക് സ്കൂളിൽ പോകുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഇത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് UK പോസ്റ്റൽ വോട്ടാണ് ഓപ്റ്റ് ചെയ്ത്. പോസ്റ്റൽ വോട്ടിൽ നമുക്ക് വോട്ടിംഗ് ഡേയുടെ ഒരു 10 days ബിഫോർ നമുക്ക് വീട്ടിൽ പോസ്റ്റൽ വോട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ബാലറ്റ് പേപ്പറൊക്കെ വരും. ഞാനും അച്ചാച്ചൻ ഞങ്ങൾ 2 പേരും പോസ്റ്റൽ വോട്ടാണ് സെലക്ട് ചെയ്തത്. സോ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട് ഏത് രീതിയിൽ ഇതിനകത്ത് പാക്ക് ചെയ്യണം. സോ ഇത് ഫ്രീ പോസ്റ്റാണ്. ഇത് നമുക്കിത് ഡയറക്റ്റ് അങ്ങ് വോട്ട് ചെയ്തിട്ട് പോസ്റ്റ് ബോക്സിനകത്ത് അങ്ങ് ഇടാം. ഫുൾ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ
ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം ഡേ ഇൻ മൈ ലൈഫിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.